നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും അപ്പോൾ തന്നെ മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. ചിരവരിയായ ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തെ ഏറ്റവും മികച്ചത് എന്ന് തന്നെ വിളിക്കാം. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തിരിച്ച് ഇറക്കുമതി ചെയ്യുന്നതോ പരമ്പരാഗതമായി ഭീകരത മാത്രമാണ്. ഇന്ത്യയെ എല്ലായ്പ്പോഴും ഒരു ഭീഷണിയായി കാണുന്ന പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തിന് വേണ്ടി അമിതമായി പണം ചെലവഴിക്കാനും ഒരു തരത്തിലും മടി കാണിക്കാറില്ല. ഇപ്പോഴത്തെ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. രണ്ട് പാകിസ്ഥാൻ ഭീകരരുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം നിരസിച്ച് വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ തെറ്റായതും ദുരുദ്ദേശപരവുമായ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തുകയാണ്. പാകിസ്ഥാൻ വിതയ്ക്കുന്നത് എന്താണോ അത് കൊയ്യുമെന്നും MEA വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ചില പരാമർശങ്ങളെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. വ്യാജവും ദുരുദ്ദേശപരവുമായ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്താനുള്ള പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത്. ലോകത്തിന് അറിയാവുന്നതുപോലെ പാകിസ്ഥാൻ പണ്ടേ തീവ്രവാദത്തിന്റെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയമവിരുദ്ധമായ രാജ്യാന്തര പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ്. മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയും മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാന്റെ സ്വന്തം ഭീകരതയുടെയും അക്രമത്തിന്റെയും സംസ്കാരത്താൽ നശിപ്പിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അത് വിതയ്ക്കുന്നത് കൊയ്യും. സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ന്യായീകരണമോ പരിഹാരമോ ആകില്ല, MEA കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം സിയാൻകോട്ടിലും റാവൽകോട്ടിലും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ ത്വയ്ബ സംഘടനകളിലെ 2 ഭീകരരെ വധിച്ച സംഭവത്തിലാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉയർന്നത്. ഇരു കൊലപാതകങ്ങളിലും ഇന്ത്യൻ ഏജന്റുമാർ ബന്ധപ്പെടുത്തുന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് സജാദ് ഗാസിയാണ് അവകാശപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യ പാകിസ്ഥാനിൽ ദേശീയവും നിയമവിരുദ്ധവുമായ കൊലപാതകങ്ങൾ നടത്തുകയാണെന്നത് ഒരു പത്രസമ്മേളനത്തിലാണ് ഗാസി ആരോപിച്ചത്. 2016 പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് 2023 ഒക്ടോബർ 11 സിയാൻകോട്ടയിലെ പള്ളിയിൽ വെടിയേറ്റു മരിച്ചു. ഒരു മാസം മുൻപ് 2023 ജാനുവരി 1 ജമ്മു കാശ്മീരിൽ നടന്ന ദാൻഗിരി ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അബു ഖാസിം എന്ന റിയാസ് അഹമ്മദ് റാവൽകോട്ടയിലെ പള്ളിയിൽ വെച്ച് വെടിയേറ്റു മരിച്ചിരുന്നു. ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ നടത്താൻ വിദേശ മണ്ണിലെ സാങ്കേതിക വിദ്യയും സുരക്ഷിത താവളങ്ങളും ഉപയോഗിച്ചു. അവർ റിക്രൂട്ട് ചെയ്യുകയും സാമ്പത്തിക സഹായം നൽകുകയും കുറ്റവാളികളെയും തീവ്രവാദികളെയും സംശയിക്കാത്ത സാധാരണക്കാരെയും ഈ കൊലപാതകങ്ങളിൽ പങ്കുവഹിക്കാൻ റിക്രൂട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്തു, ഗാസി ആരോപിച്ചു. ഖാലിസ്ഥാൻ അനുകൂല അനുഭാവികൾക്കെതിരെ തങ്ങളുടെ മണ്ണിൽ ഇന്ത്യ വധശ്രമം നടത്തിയെന്ന് കാനഡയും അമേരിക്കയും ആരോപിക്കുന്ന സമയത്താണ് പുതിയ സംഭവവികാസങ്ങൾ നടക്കുന്നത്.